ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു VLOOKUP ഫോർമുല യൂസിങ് ട്രിം ഫോർമുല. പലപ്പോഴും VLOOKUP ഫോർമുല ചെയ്യാറുണ്ട്. നമുക്ക് ട്രിം ഫോർമുല വെച്ച് എങ്ങനെ ചെയ്യാൻ സാധിക്കാം. എക്സാമ്പിൾ ഒരു കേസ് ഇപ്പോൾ ഡാറ്റാബേസ് ഉണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ഡാറ്റയിൽ അതിൻ്റെ ഏജ് വേണം. ദാറ്റ് മീൻസ് ആ നെയിം ബേസ് ഏജ് വേണം. നമ്മൾ സാധാരണ അതിന് ഉപയോഗിക്കുക VLOOKUP ഫോർമുലയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഈക്വൽ ടു ലുക്കപ്പ് ഫോർമുലാസിൽ വരെ അവിടെ വന്ന് ലുക്കപ്പ് ആൻഡ് റെഫറൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് VLOOKUP ഫോർമുല ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ VLOOKUP ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലുക്കപ്പ് വാല്യൂവിൽ നമുക്ക് ഏതാണ് ഡാറ്റ റിക്വയർമെൻറ്റ് വേണ്ടത് അവിടുത്തെ നെയിം സെലക്ട് ചെയ്യാം. ക്രിസ്റ്റോഫർ റാഫേൽ സെലക്ട് ചെയ്തു. ടേബിൾ അറേയിൽ വന്നിട്ട് ഡാറ്റാബേസ് ഫുൾ സെലക്ട് ചെയ്യാം. ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ F4 ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ഡാറ്റ ലോക്ക് ചെയ്യാണ് $സൈൻ വെച്ചിട്ട്. അത് കഴിഞ്ഞ് കോളം ഇൻഡെക്സിൽ നമുക്ക് രണ്ടാമത്തെ കോളത്തിലാണ് ഏജ് എടുക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് കോളം സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 2 സെലക്ട് ചെയ്യാം. റേഞ്ച് ലുക്കപ്പിൽ നമുക്ക് വേണ്ട എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് നമ്മളിവിടെ 0 സെലക്ട് ചെയ്യണം. 0 ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്ട് ഏജ് ഇവിടെ സ്ക്രീനിലാണ് നമുക്ക് 54. ദാറ്റ് മീൻസ് ക്രിസ്റ്റോഫർ റാഫേലിൻ്റെ ഏജ് 54 ലഭിച്ചു. ഇപ്പോൾ നമുക്കിവിടെ എല്ലാവരും ഏജ് കറക്റ്റായിട്ട് കിട്ടി. ഇതാണ് സാധാരണ VLOOKUP ഫോർമുല. ദാറ്റ് മീൻസ് നമുക്കൊരു ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് എടുക്കാൻ സാധിക്കും. പക്ഷെ ചില സിനാരിയോയിൽ നമ്മുടെ ഡാറ്റയിൽ ഇതുപോലെ പേരുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. പേരുകൾ സെയിം ആയിരിക്കും, പക്ഷേ എക്സ്ട്രാ സ്പേസോ അതായത് ഡാറ്റയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ഡാറ്റയുടെ മിഡിലായിട്ടോ കുറേ എക്സ്ട്രാ സ്പേസ് വരാം. ദാറ്റ് മീൻസ് നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡാറ്റനെ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനത്തെ സിനാരിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ VLOOKUP ഫോർമുല ചെയ്താൽ പോലും നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. ഇപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ, എന്നെ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് ഇങ്ങനത്തെ സിനാരിയോയിൽ നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാം. അതിന് നമുക്ക് ട്രിം ഫോർമുല ഉപയോഗിക്കാം. ട്രിം ഫോർമുല എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി VLOOKUP ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ G8 ആണ് സെലക്ട് ചെയ്തിരുന്നത് ലുക്കപ്പ് വാല്യൂ ഇട്ട്. പക്ഷേ G8ലാണ് ദാറ്റ് മീൻസ് നമുക്കിവിടെ മിസ്റ്റേക്ക് കാണുന്നത്, സ്പേസ് കൂടുതലെന്നുള്ളത്. ഈ സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ G8ന് മുമ്പായിട്ട് ട്രിം ഫോർമുല ആഡ് ചെയ്യാണ് VLOOKUPൽ. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ G8ന് മുമ്പ് കഴ്സർ ക്ലിക്ക് ചെയ്തിട്ട് ട്രിം എന്നൊരു ഓപ്ഷൻ ടൈപ്പ് ചെയ്യണം. അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് G8നെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ വെറുതെ എൻ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റ് ക്രിസ്റ്റോഫർ റാഫേൽ എന്ന് പറഞ്ഞ വേർഡായിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ വാല്യൂം കിട്ടും. സോ ഇത് വളരെ യൂസ്ഫുൾ ഓപ്ഷനാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് സമയം വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കാറുണ്ട്, സ്പേസ് റിമൂവ് ചെയ്യാനും ക്യാരക്ടർ കറക്റ്റ് ചെയ്യാനും വേണ്ടി. നമ്മൾ ഈ ട്രിം ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ എക്സലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമ്മുടെ കോഴ്സ് എൻറോൾ ചെയ്യാം സൈറ്റിൽ വന്ന്. അതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എക്സലിൽ ലഭിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി യു.